എല്ലാവർക്കും റൈസ് അപ്പ് ദാൽ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെട്രിക്സിനെ കുറിച്ചാണ്. എന്താണ് മെട്രിക്സ്? പലരും ജീവിക്കുന്നത് 9 to 5 ജോബിനെ ആശ്രയിച്ചാണ്, അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടൊരു വരുമാനം, ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ. പലരും റിസ്ക് എടുക്കുന്നില്ല, ലൈഫിൽ ഫ്രീഡം എന്തെന്ന് അനുഭവിക്കുന്നില്ല. പലരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിലായിരിക്കാം, പല ജോലി ഭാരം കൊണ്ടും അല്ലെങ്കിൽ കടഭാരം കൊണ്ടും, അല്ലെങ്കിൽ ലൈഫിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ ഒരു സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലായിരിക്കാം. ഇപ്പം നമ്മുടെ ജോലി പോലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പലരും പല അവസ്ഥയിലോട്ടും പോകുന്നു, മാനസികമായിട്ട് തകർച്ചയിലോട്ട് പോകുന്നു. അതാണ് ഈ മെട്രിക്സിലുള്ള ലൈഫിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ പല വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കണം. ഒരുപാട് ലേണിങ്സ് നമ്മുടെ ലൈഫിൽ വേണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ തന്നെ പിന്നെ നമുക്ക് വേറെ ലൈഫിൽ പല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ അറിവുകളും വ്യത്യസ്തമായ സ്കിൽസും നമുക്ക് നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു, ഒരുപാട് ആളുകളുടെ ജോലി പോയി. കാരണം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ആശ്രയിച്ചാണ് പലരുടെ ജീവിതം ഇരിക്കുന്നത്. ഇന്ന് നോക്കുന്നത് കമ്പനികൾ നോക്കുന്നത് സ്കില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇന്ന് പല ആൾക്കാരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആത്മഹത്യയിലോട്ടും മോശം അവസ്ഥയിലോട്ടും പോയിട്ടുണ്ട്. കാരണം അത് തന്നെയാണ്. പലരും EMI അതുപോലെ പല രീതിയിലുള്ള ലോൺസ് കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു മോശം അവസ്ഥയിലേക്ക് തന്നെയാണ് ഇത് റിസൾട്ട് കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെട്രിക്സിൽ നിന്ന് പുറത്ത് കിടക്കണമെന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഒരുപാട് അറിവുകൾ നമുക്ക് നേടാൻ കഴിയും. സ്റ്റോക്ക് മാർക്കറ്റ് ആയിക്കോട്ടെ, ഏത് മേഖലയെക്കുറിച്ച് നമുക്ക് വെറും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് അറിവ് നേടാൻ പറ്റും. നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്കുണ്ട്. പക്ഷെ എന്നാലും പലരും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരു നോർമൽ ലൈഫ് ജീവിക്കണം എന്നുള്ളത് പലരും ഫ്യൂച്ചറിനെ നോക്കുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ലൈഫിൽ ഒരു മോശം ലൈഫിൽ ജീവിക്കുന്നതിന് കാരണം. ഇന്ന് നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, നമുക്ക് വഴികൾ ഒരുപാടുണ്ട്. പല ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഇപ്പോൾ ഈസിയാണ്. മാർക്കറ്റിംഗ് ചെയ്യാനാണെങ്കിലും ഒരുപാട് നമുക്ക് നൂതന സാങ്കേതികവിദ്യ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ഇന്ന് നേടാൻ പറ്റും. പക്ഷെ എന്നാൽ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത് ഒരു 9 to 5 ജോബിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി കഴിയണം എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ ലൈഫിലോട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു കാര്യം സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മെട്രിക്സ് എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന്, ഇത് പണ്ടുള്ള ഒരു പാറ്റേണായിട്ട് ആളുകൾ ചെയ്തു പോകുന്ന ഒരു ശീലമാണ്, അതിന് എസ്കേപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അതാണ് മെട്രിക്സ് എന്ന് ഒരു കെണിയാണെന്ന് പറയുന്നത്. ഇപ്പം പലരും ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്, ആ ജോലി ചെയ്യുന്നത് ബോസിനെ ആശ്രയിച്ചാണ്. ബോസിന് പേയ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, അയാൾ വെറുതെ ഇരുന്ന് അയാൾക്ക് വേണ്ടി നമ്മൾ ചിലവ് ചെയ്യുന്നു. നമ്മളൊരു അടിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ മെട്രിക്സിനുള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മുടെ ജോലി സ്ട്രെസ്സ്, അതുപോലെ നമുക്കൊരു സ്വകാര്യ നിമിഷമില്ല. ഓക്കെ, താങ്ക് യു.